നമസ്കാരം. നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒട്ടനവധി പോഷകങ്ങളെ സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് മുതിര എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മുതിര അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാം കുലത്ത എന്ന് ആയുർവേദത്തിൽ പറയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിന് മുൻപേ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാനുണ്ട്. മുൻപൊക്കെ നമ്മൾ പലരും മെസ്സേജായിട്ട് ചോദിച്ച ഒരു കാര്യമായിരുന്നു ഗിവ് അവേ ചെയ്യുന്നില്ലേ എന്നുള്ളത്. പലപ്പോഴും ഒരു 100K ശേഷം അത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയതാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു 5 വീഡിയോ ഞാൻ തുടർച്ചയായിട്ട് ഹെൽത്ത് ടോപ്പിക്സ് ഇടുന്നുണ്ട്. അപ്പോൾ ആ 5 വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് 6th വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ഇത് ആരോഗ്യപരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ ആൻസർ ഈ 5 വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണും. അപ്പം ആ ഒരു കറക്റ്റ് ആൻസർ തരുന്നവരെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിവ് അവേ വിന്നറിനെ തീരുമാനിക്കുന്നത്. 1-2 പേരല്ല കേട്ടോ, ഒരു 5-6 പേർക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് തയ്യാറാക്കുന്നുണ്ട്. അപ്പം കഴിവതും തന്നെ നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയുള്ള ഈ ഒരു വീഡിയോ ഉൾപ്പെടെ വരുന്ന 5 വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. അതിന് ലൈക്സും അതുപോലെ തന്നെ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് വിന്നർ ഞാൻ സ്വയം തിരഞ്ഞെടുക്കുന്നല്ല, ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു വിന്നറിനെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഴക്കാലമാണ്. അതുപോലെ തന്നെ നമുക്ക് മുതിരയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ കൂടിയാണ്. ഇനി കർക്കിടക മാസമൊക്കെ വരുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അമിത വണ്ണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഇതിൽ കാലറി കുറവായിട്ടുള്ള ഒന്നാണ്. ഇത് പലപ്പോഴും തിളപ്പിച്ചെടുത്തിട്ടുള്ള നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള അതിൻ്റെ സത്തൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ ഉപ്പും കുരുമുളകും ഇട്ട് കുടിക്കുന്നത് ഇതുപോലെ തന്നെ മെറ്റബോളിസത്തിനും നോർമലാക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അമിതമായിട്ടുള്ള ഫാറ്റിനെ കളയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നുകൂടെയാണ്. പിന്നെ ഇതിന് ശരീരത്തിലുള്ള നീര്, വേദന പ്രശ്നങ്ങളും ഒക്കെ തന്നെ അകറ്റാനും കൂടെ സഹായിക്കുന്നുണ്ട്. ആൻറ്റി മൈക്രോബിയൽ ആക്ഷനൊക്കെ ഉള്ളത് കൊണ്ടും ചർമ്മത്തിലെ ചൊറിച്ചിൽ, അണുബാധ ഇത്തരം പ്രശ്നങ്ങളേക്ക് ഒഴിവാക്കാനും ഇത് സാധിക്കും. അത് പറഞ്ഞു വന്നത് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതും നല്ലതാണ്. ഇനി ഇത് പുറമേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ഇതുപോലുള്ള ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്തരം പ്രശ്നങ്ങളെയൊക്കെ ഇൻഫെക്ഷൻസിനെയൊക്കെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിലാണെങ്കിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ നീരും വേദനയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അരിക്കാടിയിലൊക്കെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത്തരം ഭാഗത്ത് അല്പം നന്നായിട്ട് ചൂട് തട്ടിയിട്ട് അതൊന്ന് വിയർക്കുന്ന സമയത്ത് ഈ ഒരു വിയർപ്പ് ഗ്രന്ഥികളെയൊക്കെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് വിയർക്കുന്ന സമയത്തായാലും ഈ നീര് കുറയാൻ വേണ്ടിയിട്ടും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ ഒരു നിയന്ത്രിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രമേഹ രോഗികൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ്. അപ്പോൾ ഇത് പുഴുങ്ങി കഴിക്കുന്നതോ അല്ലെങ്കിൽ ഈ മുതിര കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സാലഡ്സ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് വേഗം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും മൊത്തത്തിൽ ബോഡിക്കും ഒക്കെ തന്നെ അത്രയേറെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ഉഷ്ണവീര്യമായതുകൊണ്ടും ഇത് പുരുഷന്മാരിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല സെക്ഷുവൽ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പുരുഷന്മാർ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളിത് കഴിക്കരുത്. അത് ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നത് കൊണ്ട് സെമൻ്റെ അളവ് ചെറിയ രീതിയിൽ ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അത് നോർമൽ കഴിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ്. പക്ഷേ എന്തും അമിതമായാൽ ദോഷമാണെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുറമേ ഒരു ശൈത്യമായിട്ടുള്ള സമയത്ത്, മഴക്കാലമുള്ള സമയത്ത് ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ശരീരത്തെ ചൂട് കൂട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിത്തദോഷം കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് ശരീരത്തിന് ചില ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടാവും. കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ചുമ, റെസ്പിറേറ്ററി അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലോ പൈൽസ് കേസിലോ ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. പൈൽസ് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യമാണ്. ഇത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തായാലും ഇത് ബ്ലീഡിങ് പൈൽസ് ഉള്ള ആളുകൾ ആണെങ്കിൽ അവരിത് ഉപയോഗിക്കരുത്. ഇനി അതല്ല, കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ട്, ഈ ഒരു പൈൽസും നിലനിൽക്കുന്നുണ്ട്, ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിൽ, ചില ആസ്മ രോഗികളിൽ, പല അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിലാണെങ്കിൽ ഇത് ഒരു ചെറിയ രീതിയിൽ പൊടിച്ചിട്ട് അതൊന്ന് കത്തിച്ച് ആഷ് ആക്കിയിട്ട് അതിൻ്റെ ഒരു പുക കൊള്ളിക്കുന്നത് നല്ലതായിട്ട് അങ്ങനെ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നെയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക്
അകത്തേക്ക് എടുക്കുന്ന കാര്യമായാലും പുറമേക്ക് നമുക്ക് ചില പ്രയോഗങ്ങൾ ആയുർവേദ പഞ്ചകർമ്മയിൽ തന്നെ പറയുന്നുണ്ട്. വാതാനുലോമി ഗുൽമർഷോ ബലാസാനില മേഹനുത് എന്നുള്ളതും ഈ ഒരു മുതിരയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മുടെ വാതദോഷത്തെ കുറയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് അത്തരം വേദനയുള്ള ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചൂട് കൊണ്ടും തന്നെ ആ വിയർപ്പ് ഗ്രന്ഥികളിൽ കൂടെ കൂടുതൽ ടോക്സിൻസിനെ ഇത് പുറത്തേക്ക് തള്ളുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു വേദന നീരൊക്കെ കുറയാൻ സഹായിക്കുന്നുണ്ട്. വാതരോഗികൾക്ക് എപ്പോഴും ഈ ഒരു കാലത്ത് വാതദോഷം അല്പം കൂടിയിരിക്കും, അതിനെ കുറയ്ക്കാനും കൂടെ സഹായിക്കും. അതുപോലെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട്, ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളതാണ്. മേധോ അശ്മര്യകര ശ്വാസ കാസ തൂനി പ്രതൂനിജിത്ത് എന്നും പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചില കോൾഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുമ, അലർജി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ അടിവയറ്റിലുള്ള വേദന, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഈ ഒരു മുതിര വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു സിനോണിമായിട്ട് പറയുന്നത്, ഇതിൻ്റെ പേര് തന്നെ ദൃക് പ്രസാദം എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടും എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പേര് തന്നെ പറയുന്നുണ്ട്. അതുപോലെ താമ്രവർണ്ണം ആ ഒരു കോപ്പറിൻ്റെ കളർ ആയതുകൊണ്ട് ആ പേരിലും അറിയപ്പെടുന്നുണ്ട്. ചില വാതദോഷത്തെ ബാലൻസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ തന്നെ ഇത് അല്പം കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ആവി പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്, നാഡീസ്വേദ എന്നുള്ള രീതിയിലൊക്കെ തന്നെ. ഇതൊക്കെ ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ആ രീതിയിലും ചില വാത രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ഇതുപോലുള്ള ചികിത്സയ്ക്കൊക്കെ തന്നെ സമീപിക്കാവുന്നതുമാണ്. ആസിഡിറ്റി ഉള്ളവരും അതുപോലെ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർ, ഗൗട്ട് എന്നുള്ളൊരു പ്രശ്നം, യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന അവസ്ഥയിലൊന്നും, അതുപോലെ അനീമിയ, നമുക്ക് രക്തം വളരെ കുറവാണ് എന്നുള്ളവർ മെഡിസിൻ എടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊന്നും ആ സമയത്ത് മുതിര കൂടുതൽ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. അതുപോലെ ശിലാജത്ത് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അത്തരം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ആ കേസിൽ നമ്മൾ മുതിര ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ചില യൂറിനറി ബ്ലാഡറിൽ കല്ലൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, കിഡ്നി സ്റ്റോണ്, യൂറിനറി സ്റ്റോണ് തുടങ്ങിയിട്ടുള്ള ബ്ലാഡറിൽ വരുന്ന, അപ്പോൾ ഇത്തരം സന്ദർഭത്തിലൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. ഒരു 4 സ്പൂൺ മുതിര എടുക്കാം. എന്നിട്ടത് വേവിക്കുന്നതിന് മുൻപേ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് തലേദിവസം വേണമെങ്കിൽ കുതിർത്തിടാം, അല്ലെങ്കിൽ അതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ആ ഒരു സൂപ്പിൽ അല്പം മാതളം ഉണ്ടല്ലോ, ഉറുമാമ്പഴത്തിൻ്റെ ആ ഒരു സീഡും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് മുതിര തലേദിവസം രാത്രി കുതിർത്തിട്ട് പിറ്റേ ദിവസം വേവിച്ച് ഒരു പാതി വേവായി കഴിഞ്ഞാൽ അതിലേക്ക് നവര അരി ഉണ്ടല്ലോ, തവിട് കടയാത്ത ഏത് അരി ആയാലും മതി, ആ അരിയും കൂടെ ചേർത്തിട്ട് രണ്ടാമതും നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നീട് അത് ചെറിയുള്ളിയോ ഒക്കെ ഇട്ടിട്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് മുതിരയുടെ കൂടെ തന്നെ അല്പം ചെറുപയറോ കടലയോ ഒക്കെ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു മിക്സ് ഡിഷാക്കിയിട്ടും തയ്യാറാക്കാവുന്നതാണ്. അതൊക്കെ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. എങ്ങനെയെങ്കിലും മുതിര ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഉള്ളിലേക്ക് എത്തണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.